എത്ര ആള് വന്നാലും ഈ വെള്ളിയാഴ്ച ഒരു 150 ആള് 140 ആള് 160 ആളൊക്കെ ഉണ്ടാവില്ല. 120 ആള് 90 ആള് അങ്ങനെ ഇല്ല. എത്ര ആള് വന്നാലും അത്ര ആൾക്കും ഭക്ഷണമുണ്ട്. നന്മയുള്ള ഒരു നല്ല മനുഷ്യനെ കാണാൻ പോകാം. ഫുജേറയുമായി അതിർത്തി പങ്കിടുന്ന ഷാർജയുടെ ഭാഗമായ ഖോർഫക്കാനിലെ ന്യൂ കാലിക്കറ്റ് ഹോട്ടലുടമ സിദ്ദിഖ് 38 വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1977 അന്നത്തെ ബോംബെയിൽ നിന്ന് ലോഞ്ചിൽ സിദ്ദിഖ് UAE-യിലെത്തുന്നത്. ഏതൊരാളെയും പോലെ വീട്ടിലെ ദാരിദ്ര്യവും ഇല്ലായ്മകളുമായിരുന്നു ഈ യാത്രയ്ക്കും പിന്നിൽ. വാപ്പയുടെ അനുജനാണ് വിസ നൽകിയത്. അന്ന് ലോഞ്ചുകളെടുക്കുന്ന പ്രധാന തുറമുഖമായിരുന്നു ഖോർഫക്കാൻ. കപ്പലിറങ്ങിയ സിദ്ദിഖിനെ സ്വീകരിച്ചത് ഇവിടത്തെ തന്നെയുള്ള ന്യൂ കാലിക്കറ്റ് ഹോട്ടലായിരുന്നു. കുറെ വർഷം ഇവിടെ കുഞ്ഞുമോലാനയുടെ കീഴിൽ ജോലി ചെയ്തു. പിന്നീട് ഹോട്ടലിന്റെ നടത്തിപ്പുകാരനായി. പണ്ടുകാലം മുതൽ വിശക്കുന്നവന്റെ മുന്നിൽ കാലിക്കറ്റ് ഹോട്ടലിന്റെ വാതിലുകൾ അടഞ്ഞിട്ടില്ല. പാകിസ്ഥാനിയും ബംഗാളിയും ഇന്ത്യക്കാരനും ഒരേ പാത്രത്തിൽ നിന്ന് ഇവിടെ ഭക്ഷണം പങ്കിട്ടു. വലിയ സൌഹൃദങ്ങളുണ്ടായി. ഇതിവിടെ പിന്നെ ഇവിടെ ലാഞ്ചിയിലെ ആൾക്കാർ വരുമ്പോ തന്നെ വലിയ ഒരു അത്താണിയാണ് ആൾക്കാർക്ക് ഇത് ഈ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ. അന്ന് നമ്മളിവിടെ ജോലിക്കാണ്. അന്ന് തന്നെ ഇവിടെ ലാഞ്ചിയിലെ ആൾക്കാർക്കും കാലിക്കറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു കാലിക്കറ്റിന്റെ ആ കെയർ ഓഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ വന്ന് കൂടുതലും ഇവിടുന്ന് പോക്കും. ഇവിടാണ് ഈ പിന്നെ പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും മറ്റുള്ള ആൾക്കാരൊക്കെ ഇറങ്ങണവരൊക്കെ ഇതൊരു അത്താണിയാണ് അവർക്ക്. സ്വദേശികൾക്കും ഈ അനുഭവം സന്തോഷം നൽകുന്നതായിരുന്നു. ഇന്ന് വയറു നിറയ്ക്കാൻ കെൽപ്പില്ലാത്തവന് ഇവിടെ ഭക്ഷണം സൌജന്യമായി കിട്ടും. സിദ്ദിഖിന്റെ നന്മ പ്രവർത്തിക്ക് കൂട്ടായി സ്വദേശികളുമുണ്ട്. السلام عليكم. هذا صديق يعتبر مثل الوالد، يعني أكثر من 40 سنة وهو في خورفكان، والناس كلهم يحبونه. وصديق قلبه مثل لونه أبيض طاهر نظيف. هذا إنسان وايد زين والناس كلها تحبه، وكل العالم كل يوم الجمعة هني تاكل عنده. جزاك الله خير يا صديق. جزاك الله خير. شكرا. അർഹതയുള്ളവന് അന്നം കൊടുക്കാൻ 100 മുതൽ 1000 ദിർഹം വരെ സിദ്ദിഖിനെ ഏൽപ്പിക്കുന്ന ധാരാളം അറബികളുമുണ്ടിവിടെ. വെള്ളിയാഴ്ചകളിൽ നിരവധി പേരാണ് കാലിക്കറ്റ് ഹോട്ടൽ ഭക്ഷണം കഴിക്കാനെത്തുന്നത്. काम का बस अल्हम्दुलिल्लाह उसका हर आदमी का अपना अपना काम है, और अल्हम्दुलिल्लाह उसका काम बराबर है. वो 40 साल होगा उसका आदमी. जुम्मा का दिन खाना आदमी का कितना 100, 150, 200 आदमी के लिए खाना देगा. ജനങ്ങളായിട്ടുള്ള പെരുമാറിയിട്ട് അവർക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സന്തോഷമാണ് ഇവരായിട്ട്. പിന്നെ ദൈവത്തിന്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ് അവരായിട്ട് പിന്നെ ഇടപെടാനും അവരായിട്ടുള്ള ഇതായിട്ടും ഇന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കിട്ടും. ഏതൊരു മനുഷ്യൻ കണ്ടാലും വണ്ടി നിർത്തിയിട്ട് സലാം ചൊല്ലിയിട്ടല്ലാണ്ട് പോകില്ല. അത്രയും ആൾക്കാരായുള്ള കോണ്ടാക്ടിങ്ങും. പിന്നെ ഇവരൊക്കെ ഈ വരുന്നവരൊക്കെ ഇവിടെ വന്നാൽ കിട്ടും, ഇതെന്തെങ്കിലും ഭക്ഷണം കിട്ടും, അതെന്തെങ്കിലും കിട്ടും. അവര് ഒരാളും വന്നിട്ട് ഇവിടെ മടങ്ങിപ്പോയിട്ട് ഉണ്ടാവില്ല. കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നത് കാണാൻ സ്വദേശികളായ അറബികളും എത്തും. ഇവർക്കെല്ലാം സിദ്ദിഖിന്റെ നന്മ പ്രവൃത്തിയെക്കുറിച്ച് 100 നാവാണ്. طيب صديق يعني ماخذ على جميع الناس. شوف الجماعه يعني كيف الحمد لله رب العالمين. يعني الفقير والغني، هذا المطعم يحمل الفقير والغني. സംഭാവനകളുടെ കണക്കും ഭക്ഷണം കൊടുക്കുന്നതിന്റെ കണക്കും കള്ളമില്ലാതെ കുറിച്ചിടുന്നത് സിദ്ദിഖ് എന്ന നല്ല മനുഷ്യൻ തന്റെ മക്കൾക്കും ചെറുമക്കൾക്കും ഈ നന്മ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അവിടെ ഇല്ലെങ്കിൽ ഇവിടെ കൊടുത്തു പോകും, പൈസ ഇവിടെ കൊടുത്തിട്ട് പോകും. 100, 200, 500, 1000 ഒക്കെ ഇവിടെ കൊടുത്തിട്ട് പോകും. എന്നിട്ട് ഞങ്ങളിത് ഇങ്ങനെ എഴുതിയേക്കും, ഇന്നാള് ഇന്നെ തന്നെന്ന് പറയും. അങ്ങനെ കൊടുത്തിട്ട് ഇപ്പൊ ഇന്നിപ്പോ 600, 700 രൂപ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരാള് 200 തന്നു, ഇന്നലെ തന്നു, ഇന്ന് തന്നു. കൊടുത്താൽ തിരിഞ്ഞു ഒരു മാസം ഇങ്ങനെ കൊടുത്താൽ തീരില്ല. അത്രയും പൈസ ഡിപ്പോസിറ്റാണ്. ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസമാണ്. എന്താ വെച്ചാൽ കൊടുക്കുന്നുള്ളത് അവർക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. എന്താ വെച്ചാൽ ഇത്രയും ജനങ്ങൾ ഇവിടെ
ഇവിടെ വരണുണ്ട്. ഇതിനായിട്ട് ഇത് കിട്ടുമെന്നുള്ള ജനങ്ങൾ ഇവിടെ ഭക്ഷണത്തിൽ കിട്ടുമെന്നുള്ള ആൾക്കാർ, ഈ കമ്പനിക്കാരും മറ്റുള്ള ഈ സ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്ന ഭക്ഷണം കിട്ടും എന്നുള്ളത് അവർക്കുണ്ട്. പിന്നെ കാലത്ത് ഇപ്പോൾ ഒരു അറബി ഓർഡർ എല്ലാ വെള്ളിയാഴ്ചയും ഓന്റെ ഓർഡർ ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്ര ജനങ്ങൾ വന്നാലും അവർക്ക് കൊടുത്തോളും എന്നുള്ള. കാലിക്കറ്റ് ഹോട്ടൽ ഒരു പ്രതീകമാണ്. മരുഭൂമിയിലെ മരപ്പച്ച പോലെ വിശക്കുന്നവന്റെ അത്താണിയായി മാറുന്ന വലിയ പ്രതീകം. ഈ വിധവകളായിട്ടുള്ള സ്ത്രീകളെ സഹായിക്കുന്നത് അവർക്ക് ഈ 4 കുടുംബക്കാർക്ക് അവർക്ക് പിന്നെ ഇവിടുന്ന് അറബികൾ തരുന്നതാണ്. അവർക്ക് 5 മാസം കൂടുമ്പോൾ ഒരാൾക്ക് 4 ലക്ഷത്തിന്റെ പുറത്തായിരുന്നു, ഒരാൾക്ക് 3 ലക്ഷത്തിന്റെ പുറത്തായിരിക്കണം. പിന്നെ ഇങ്ങനെയുള്ള പൈസകൾ കംപ്ലീറ്റ് ഞാൻ ഇവിടുന്ന് പിന്നെ 5 മാസം കൂടുമ്പോൾ അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് അവർക്കൊക്കെ അവരുടെ അക്കൗണ്ടിൽ അയച്ചു കൊടുക്കുകയും. സിദ്ദിഖും ഇവിടെയുള്ളവരും പ്രകാശം പരത്തുകയാണ്, നന്മയുടെ തെളിമയുള്ള പ്രകാശം.